യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ഇന്ന ദിവസം സഭയിൽ പന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുകയാണ്. സഭയിലെ തിരുനാൾ കൂടിയാണ്. ആദിമ സഭയിൽ സെക്യുവൽ മാളികയിൽ സ്ലീഹന്മാരും പരിശുദ്ധ കന്യാമറിയവും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അവർ തമ്മിൽ തീനാവുകളെ രൂപത്തിൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവെ, ഭയന്ന് വിറച്ചിരുന്ന അപ്പസ്തോലന്മാരെ യേശുവിൻ്റെ സാക്ഷികളാക്കി മാറ്റിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലെ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം വന്നു നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, ഞങ്ങൾ ഓരോരുത്തർ കുടുംബങ്ങളിലെ മക്കളെയും തലമുറയെയും എല്ലാം യേശുവെ അങ്ങേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് വചനം അനുസരിക്കാനും വചനം പാലിക്കാനും നല്ല ശക്തി നൽകണമേ. വിശുദ്ധിയുടെ ആത്മാവായി പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഓരോരുത്തരെയും പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് വിശുദ്ധിയിൽ അനുനിമിഷം മുന്നേറാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉയർത്തുപേക്ഷിക്കുവാനും അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഒരു സഹായകനായിട്ട്, ഒരു സ്നേഹിതനെ പോലെ എന്നും നമ്മുടെ കൂടെ ആയിരിക്കുന്ന മാംദീസയിലൊക്കെ നമുക്ക് ലഭിച്ച ആ കൂദാശകളിലൂടെ വിശുദ്ധ കുർബാനയിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നമ്മളുടെ ഓരോരുത്തരിലും വന്ന് നിറഞ്ഞിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ഒരു സ്നേഹിതനോ എന്ന പോലെ എപ്പോഴും സംസാരിക്കാനും ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കാനും വേണ്ടി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെ ഈശോയുടെ മുന്നിൽ നമുക്ക് പൂർണ്ണമായി സമർപ്പിക്കാം. പരിശുദ്ധ കന്യാമറിയത്തിലെ ഈശോ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വചന മാംസമായ ഈശോ അമ്മയിൽ വന്ന് വസിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവെ, കർത്താവിൻ്റെ ദാസനിൻ്റെ വാക്യം നിറവേറ്റി എന്ന് പറഞ്ഞ് ഹൃദയത്തിന് ഈശോയുടെ ഇഷ്ടം അനുനിമിഷം നിർവഹിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരേക്കും അങ്ങനെ കൃപ നൽകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ദാനങ്ങളുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവെ, നീ കർത്താവിനെ ഏറ്റുപറയുന്നുവെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു പ്രതീകമാണ്. അങ്ങനെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ പരിശുദ്ധാത്മാവിലെ അനുനിമിഷം വളർന്നു വരാനായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥന വഴി നിരന്തരം ഉജ്ജ്വലിപ്പിക്കാനായിട്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടിട്ടും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് പറഞ്ഞ യേശുവെ അങ്ങയുടെ ആ ഒരു വാഗ്ദാനം അനുസരിച്ച് ഇതാ ഞങ്ങൾ ചോദിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരുടെ മേലെ ഇപ്പോൾ അയക്കണമേ. ദൈവിക സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായിട്ട് തീരാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും അറിവും വെളിപാടുകളുമെല്ലാം ലഭിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ, വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങളെല്ലാം ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് വന്നു നിറയാനായിട്ട് പരിശുദ്ധാത്മാവെ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരുന്നമേ. ഈ വചനത്തിൻ്റെ ഈ സമയത്തെല്ലാം പരിശുദ്ധാത്മാവെ അങ്ങയുടെ പ്രചോദനങ്ങൾ അനുസരിച്ച് സംസാരിക്കാനും അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ജ്വലിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിശുദ്ധിയിൽ ആഗ്രഹിക്കാൻ തക്ക വിധം ഞങ്ങളെ ഹൃദയങ്ങളെ ഇപ്പോൾ തുറക്കണമേ. പരിശുദ്ധാത്മാവ് വരണമേ. ആദിമസഭയിൽ നിറഞ്ഞതുപോലെ അപ്പോസ്തലന്മാരിൽ നിറഞ്ഞ ആ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തർ ഹൃദയങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലും തലമുറയിലും ഇപ്പോൾ വന്നു നിറയണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഓരോരുത്തരിലും വന്നു നിറയണമേ. വരദാനങ്ങൾ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവെ നിറയ്ക്കണമേ. ഏതു തരത്തിലേക്കുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചതെന്ന് അറിയുവാനും അങ്ങനെ വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുവാനും ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവിടുന്ന് പരിപൂർണമായി പ്രവർത്തിക്കുന്നതിന് അനുസൃതമായും
വിശ്വാസികളായ നമ്മളിലേക്ക് പ്രവഹിക്കുന്ന അപരിമേയമായ ശക്തിയുടെ പ്രാഭവം എത്രമാത്രമെന്ന് വ്യക്തമാക്കട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുഭാഗത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ പ്രദാനം ഞങ്ങൾക്ക് ചെയ്തു തരുന്ന അങ്ങനെ പൂർണ്ണമായ അറിവിലേക്ക് ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ. അങ്ങനെ കരുണ, വിനയം, ദയ, സൗമ്യത, ക്ഷമ എന്നിവ ഞങ്ങളിലേക്ക് ഈ പരിശുദ്ധാത്മാവ് വഴി ഞങ്ങളിലേക്ക് കടന്നു വരണമേ. പുതിയൊരു ജനനം പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നിറഞ്ഞ് ഞങ്ങളെ ശക്തിപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ട് കുടുംബങ്ങളിലെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഞങ്ങൾ ഓരോരുത്തർ കുടുംബാംഗങ്ങളെ നിറയ്ക്കാനായിട്ട് പരിശുദ്ധാത്മാവെ ഇപ്പോൾ കടന്നു വരണമേ. ഞങ്ങൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് വന്ന് വസിച്ച് ഞങ്ങളെ വഴി നയിച്ച് ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കണമേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തില് പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും ചൊരിയപ്പെട്ടിരിക്കുന്നു. റോമ 8:38-ാം അധ്യായത്തില് ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയുന്നത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കും? കഷ്ടതയോ സഹനങ്ങളിലോ കഷ്ടത നമുക്ക് സഹനശീലം നമുക്ക് ആത്മധൈര്യം നമുക്ക് പ്രത്യാശയും ഉളവാക്കുന്നു. ഗലാത്യ 5:22 ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയെല്ലാം ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഫലങ്ങൾ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ ആത്മധൈര്യം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തർക്കും പ്രദാനം ചെയ്ത് ജീവിതത്തിലെ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യാനായിട്ട് അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, വാളോ ഒന്നും ഈശോയുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താനായിട്ട് ഇടയായി തീരാതിരിക്കാനായിട്ട് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഓരോരുത്തരിൽ വന്നിറയണമേ. അങ്ങനെ ഒരു തരത്തിലും നമ്മളെ തകർക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഈ നിമിഷം നിറയ്ക്കണമേ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുകയും കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. റോമാക്കാർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 30-ാം വാക്യത്തില് നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. ഈശോ പാപിയായ എന്നെ കുരിശിൽ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈശോ നമ്മളുള്ള സ്നേഹം ഈശോ പ്രകടിപ്പിച്ചു. നമ്മൾ പരിശുദ്ധാത്മാവിന് സാക്ഷ്യം നൽകുന്ന വ്യക്തികളായി തീരാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വീണ്ടും പാപത്തിൽ തുടരുന്ന വ്യക്തികളായിട്ട് തീരുകയില്ല. അങ്ങനെ ഞങ്ങളിൽ വന്നു നിറഞ്ഞ് പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാക്കിയിട്ട് തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവില് വീണ്ടും ജനനം ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ. അങ്ങനെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു സ്നേഹം, സമാധാനം, സന്തോഷവും എല്ലാം അനുഭവിക്കുന്ന ആ ദൈവരാജ്യത്തിൽ ചേരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമുക്ക് ഇടയായി തീരുകയുള്ളൂ. യേശു പ്രതിബന്ധിച്ചു നിക്കാമ്പൂസിനോട് പറഞ്ഞു, ജലത്താലും ആത്മാവിനാലും
നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വീണ്ടും ജനനം നമുക്ക് ഓരോരുത്തർക്കും നൽകാനായിട്ട് നമുക്ക് ഈ തിരുനാൾ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 വാക്യത്തില്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുനിമിഷമായി നയിക്കുന്ന ഒരു സഹായികരാണ്. ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ നമ്മളെ അരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എഫെസസ്കാർക്കെതിരെ ലേഖനം 4 അധ്യായം 30 വാക്യത്തില്, രക്ഷാദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അതിനെ ദുഃഖിപ്പിക്കരുത്, വേദനിപ്പിക്കരുത് എന്നൊക്കെ ഈ വചനഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എപ്പോൾ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിയെ പോലെയാണെന്നാണ് വെളിപ്പാടിന്റെ പുസ്തകം 2 അധ്യായം 7 വാക്യത്തിലെ, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വഹിക്കുന്നവരെയും ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. നമ്മൾ ചെയ്യുന്ന ഒരു കൊച്ചു കാര്യങ്ങൾ പോലും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ അതെല്ലാം വിജയം വരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ മനുഷ്യൻ പദ്ധതികൾ വിഭാജനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവെ എൻ്റെ കൂടെയുണ്ട്, നിരന്തരം എൻ്റെ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് പരിശുദ്ധാത്മാവിനോടുള്ള ആ ഒരു സ്നേഹത്തിൽ ഐക്യത്തിൽ വളരാനായിട്ട്, അങ്ങനെ എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ഈ പെന്തക്കോസ്ത് ദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് പരിശീലിക്കാം. ജീവിതത്തിലുടനീളം ഭയം ഉള്ളിടത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇല്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഭയം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവുമ്പോൾ അവിടെ വിശ്വാസത്തിന്റെ ഒരു കുറവും പ്രത്യാശയില്ലാത്തതുമാണ്. യേശുവിലുള്ള വിശ്വാസവും പ്രത്യാശയുമുള്ള വ്യക്തികൾക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭയമോ ഒരു പ്രയാസമോ ഇല്ലാത്തൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പൂർണ്ണമായും യേശുവിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തികൾക്ക് ഭയം ദൂരീകരിക്കാനായിട്ട് സാധിക്കും. പിന്നെ അഹങ്കാരം നമ്മളെ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിന്ന് അകറ്റാനായിട്ട് കാരണമായി തീരുന്ന ഒരു പാപമാണ്. നമ്മളെ തന്നെ സ്വയം ആരാധിച്ചുകൊണ്ട് നാം എന്തോ വലിയ വ്യക്തിയാണെന്നുള്ള ചിന്തയിൽ നടന്നു കഴിഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. യേശു നമ്മെ ഓരോരുത്തരെയും നിരന്തരം സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന് വേണ്ടിയും കാത്തിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഈശോയെ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട്, ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയാനായിട്ട് നമുക്ക് ഈ ദിവസം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 26 വാക്യത്തില്, വേണ്ട വിധം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് അറിയുകയില്ല, ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴെല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ സഹനങ്ങളും കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ കർത്താവിനേക്ക് നോട്ടം തിരിക്കാനായിട്ട് നമുക്ക് നമ്മളുള്ള രോഗാവസ്ഥകൾ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ രോഗത്തെക്കുറിച്ചും ആ പ്രതിസന്ധിയിലേക്ക് നോക്കാതെ വചനപ്രകാരം ജീവിക്കാനായിട്ട് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആ ഒരു പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഈശോയെ അങ്ങേ ദൈവസ്നേഹം കൊണ്ട് നിറച്ച് അങ്ങേ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് കൃപ തരുന്നമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ
കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാനായിട്ട് ഉള്ള കൃപ നമുക്ക് തരണമേ. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിക്കാനായിട്ട് ഒരാൾക്കും സാധിക്കില്ലെന്ന്, നമ്മൾ ഓരോരുത്തരുടെയും ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്നുള്ള ബോധ്യത്തില് ആ ശരീരത്തെ വിശുദ്ധിയിൽ മാന്യതയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തർ ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോ പ്രേരണകൾ നൽകുമ്പോൾ അതൊക്കെ നിരാകരിക്കാതെ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അനുനിമിഷം ആ പ്രേരണകൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശീലിപ്പിക്കാം. നമ്മൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിശുദ്ധാത്മാവിൽ യേശുവിൽ പ്രത്യാശ വയ്ക്കുന്ന വ്യക്തികളാണെങ്കിൽ മറ്റെല്ലാ ജനതകളെക്കാളും നമ്മൾ നിർഭാഗ്യവന്മാരാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുനിമിഷം സഹായിക്കാനായിട്ട് നമ്മുടെ കൂടി എന്നുള്ള ബോധ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവാണ് വചനം വായിക്കാനായിട്ട്, വചനം പഠിക്കാനായിട്ട്, വചനം പാലിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ പിശാചുകളെ നമ്മളെ തൊടാനായിട്ട് സാധിക്കാതെ ഇരിക്കാൻ സാധിക്കും. പരിശുദ്ധിക്ക് അതിരായിട്ടുള്ള പാപത്തിന് എന്തെങ്കിലും ഒരു അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാനായിട്ട് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് സാധിക്കും. ചെറിയ ചെറിയ പാപങ്ങൾ പോലും നമ്മുടെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ അത് മുഴുവനും ജീവിതത്തെ മുഴുവനും അത് നശിപ്പിക്കാനായിട്ട് ഇടയായി തീരും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ പാപം പോലും ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് ജീവിതത്തിൽ കുറവുകളുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് അതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് ഇന്ന് തീരുമാനമെടുക്കാം. ദൈവത്തിനുമായിട്ട് ഒരു കൂട്ടായ്മയിൽ ആയിരിക്കാനായിട്ട്, ദൈവത്തിൻ്റെ കൂടെ നടക്കാനായിട്ട്. ചെറിയ ജഗണമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് ഈശോ അരുൾ ചെയ്യുന്നു. അപ്പോൾ വരണ്ട ഭൂമിയിൽ ഉണങ്ങിയ നിലത്ത് അരുവികളെയും ഞാൻ ഒഴുക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരും വിശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം, പാപത്തോടും പാപ സാഹചര്യങ്ങളോടും വെറുപ്പുളവാക്കാനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ ആത്മാവിനോട് നമുക്ക് സഹകരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യായുടെ പുസ്തകത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, അപ്പോൾ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ആ വചനത്തിൽ നമ്മളെ അവൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദാഹിക്കുകയില്ലെന്ന് ഈശോ നമ്മൾ ആഹ്വാനം ചെയ്യുന്നു. സങ്കീർത്തനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലെ നീർച്ചാൽ നരകി നട്ടതും യഥാകാലം ഫലം പുറപ്പെടുവിക്കുന്നതും ജലം ഇല കൊഴിയാത്തതുമായ ഒരു വൃക്ഷം പോലെയാണ് അവൻ. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് എന്ന് ഈശോ അരുൾ ചെയ്യുന്നു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തില് അവൻ ആട്ടുനീരത്ത് നട്ട മരം പോലെ, വെള്ളത്തിനു വേണ്ടി ഇരിക്കുന്ന വേഴാമ്പൽ പോലെ, അവൻ ആട്ടുതീരത്ത് നട്ട വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു. വേനൽക്കാലത്തെ അത് ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇല എന്നും പച്ചയാണ്.
വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. വെളിപ്പാടിന്റെ പുസ്തകം 11-ാം അധ്യായം 25-ാം വാക്യത്തില് നഗരവീതിയിലെ അതിന് ചുറ്റും നിൽക്കുന്ന മരങ്ങളെ കുറിച്ച് അതിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 23-ാം അധ്യായം 5-ാം വാക്യത്തില് എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഒഴുകുന്ന ജീവജലത്തിന്റെ അരുവികള് എന്നിലേക്ക് ഒഴുകി വരുന്നമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് വന്നറിയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഒഴുകി ഇറങ്ങുന്ന രീതിയിലേക്ക് അത് പകരപ്പെടുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പാപമായിട്ടും പിശാചുമായിട്ടും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതെ ദൈവഹിതത്തോട് ഒട്ടിനിന്ന് ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നമ്മെ ഓരോരുത്തരെ പ്രചോദനം അനുസരിച്ച് അനുനിമിഷം നമുക്ക് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. എഫെസ്യർക്കാർക്ക് ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തില് രക്ഷാദിനത്തിനായി നിങ്ങളെ തന്നെ മുദ്രയാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളെ വേദനിപ്പിക്കരുത്. സകല വിദ്വേഷവും ക്രോധവും ശോഭവും അട്ടഹാസവും ദൂഷണവും എല്ലാത്തിനുമോടുകൂടി നിങ്ങൾ ഉപേക്ഷിക്കണം. നമുക്ക് സാംസന്റെ ജീവിതത്തില് നമുക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സാംസൺ. ഇസ്രായേൽക്കാർക്ക് വേണ്ടി പൊരുതാനായിട്ട് പ്രത്യേക അഭിഷേകം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ വീഞ്ഞു കുടിക്കാനോ അങ്ങനെ ശൗരകത്തിക്കൊണ്ട് അങ്ങനെ മുടി മുറിക്കാനോ ബ്രഹ്മചര്യവ്രതം പാലിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം നീക്കി നിർത്തിപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷേ അവൻ ആ വ്യക്തിയും ദൈവത്തിൻ്റെ ആ ഒരു വചനമനുസരിച്ച് ജീവിക്കാതെ വന്നപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോയി. പക്ഷെ അവനത് അറിഞ്ഞില്ല എന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാപവുമായിട്ട് അങ്ങനെ ഇടപഴകി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളുള്ള പരിശുദ്ധാത്മാവ് നിർവീര്യമായി ഇടയായിത്തീരുമെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പിശാചിനെ ഒരിക്കലും നമ്മൾ അവസരം കൊടുക്കരുത്. പാപവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിൽ ഈശോ പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് അങ്ങനെ പാപത്തിനെതിരെ ദൈവജനത്തിനെതിരെ അങ്ങനെ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവജനം എൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തില് നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. ആത്മാവിന്റെ അഭിഷേകവും ജഡത്തിനെതിരായിട്ട് തന്നെ നിൽക്കുന്നത്. പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. റോമക്കാർക്കെതിരെ ലേഖനം 7-ാം അധ്യായം 14-ാം വാക്യത്തില് എന്നാൽ എന്നിൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ കുടികൊള്ളുന്നത്. പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമ്മെ ആഗ്രഹിക്കുന്നതും നമ്മെ പ്രേരിപ്പിക്കുന്നതും ആ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് അങ്ങനെ വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ സഹായം നേടാം. റോമക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 13-ാം വേദികരായി നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ദൈവത്തിന്റെ പ്രേരണകളെ ആത്മാവിനാൽ നിങ്ങൾ നിഗദിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. അങ്ങനെ ആത്മാവ് നമ്മൾ പ്രവർത്തന നിരതനായി തീരുകയും ചെയ്യും. എഫെസ്യർക്കാർക്ക് ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തില് നമ്മൾ മാംസത്തിന്റെ രക്തത്തിനും എതിരായിട്ടെല്ലാം പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ പ്രവർത്തനങ്ങൾക്കും ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. നിങ്ങൾ അപേക്ഷകളോടും യാതനകളോടും കൂടെ എല്ലാ സമയവും പ്രാർത്ഥന നിരതരായിരിക്കുവിൻ.
യൂദാസിന് എഴുതിയ അതിൻ്റെ 1-ാം ലേഖനം 20-ാം വാക്യത്തില് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പവിത്രമായ വിശ്വാസത്തില് അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് നിരന്തരം പരിശ്രമിക്കുവിൻ. പിന്നെ അപ്പോസ്തല പ്രവർത്തനത്തില് നമുക്ക് 15-ാം അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കും, അനനിയാസും സഫീറയും അവര് ആദിമസഭയില് അന്ന് ജനങ്ങളെല്ലാം അവർക്ക് സ്വന്തമായിരുന്ന സ്വത്തെല്ലാം വിറ്റ് അങ്ങനെ പൊതുവായിട്ട് അപ്പസ്തോലന്മാരെ കാൽക്കൽ കൊണ്ടൊന്ന് ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വസ്തുക്കൾ വിറ്റ് കിട്ടിയ കാശ് പത്രോസിന്റെ അടുക്കൽ കൊണ്ടുവന്ന്, പക്ഷേ അവരതിൽ നിന്നൊരു ഭാഗം മാറ്റി വെച്ചിട്ട് അവര് അത് എല്ലാം തന്നു എന്ന് പറഞ്ഞ് പത്രോസിന്റെ അടുത്ത് പറയുന്ന ഒരു സംഭവമാണ് അപ്പോസ്തല പ്രവർത്തനം 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, ഈ സാത്താൻ നിങ്ങളെ മനസ്സിനെ ഇങ്ങനെ നുണ പറയാനായിട്ട് പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് അവര് അവിടെ തന്നെ മരിച്ചു വീഴുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പേരെന്ന് പിന്തുടരാനായിട്ട് നമ്മൾ സ്വാർത്ഥമായ ഇഷ്ടങ്ങളോട് കാര്യങ്ങളോടൊക്കെ നമ്മൾ സ്വന്തം കാര്യങ്ങൾ മാത്രം അങ്ങനെയുള്ള ആ ഒരു മനോഭാവത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിന്നാൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും വന്നറിയാനായിട്ട് കാരണമായി തരികയുള്ളൂ. അത് ഈ സംഭവത്തിലൂടെ നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിലെ 7-ാം അധ്യായത്തിലെ സെഫാനൂസ്, ആദ്യത്തെ രക്തസാക്ഷിയായ സെഫാനൂസ് ആത്മാവിൽ നിറഞ്ഞ് ധീരതയോടെ വചനം പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ സെഫാനൂസ് നമ്മോട് വചനത്തിലൂടെ പറയുന്നുണ്ട്. മർക്കടി മുസ്ലികാരെയും ഹൃദയത്തിലും കാതുകളിലും അപരിചിതരെയും നിങ്ങൾ എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവുമായിട്ട് മല്ലടിക്കുകയാണ് എന്നാണ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഓരോ പ്രാർത്ഥന നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അനുനിമിഷം അതിൽ പ്രവർത്തനീയതനായിരിക്കാനായിട്ട് നമുക്ക് നൽകിയിരുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും നിർവീര്യമാക്കി തീർക്കരുത്. ദൈവത്തിൻ്റെ പ്രേരണകളെ അവഗണിക്കുകയോ നിർവീര്യമാക്കുകയോ ചെയ്യരുത് എന്ന് നമ്മളോട് ഈ വചന ഭാഗങ്ങളിലെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നു. 2 തീമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിലെ എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വിവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അനുസ്മരിപ്പിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും വന്നറിയുന്നെങ്കിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥനയിലെ ദൈവവചനം വായിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തോട് കാതോർത്ത് അങ്ങനെ പാപസാഹചര്യങ്ങളെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ആയിരിക്കാനായിട്ട് നമ്മൾ വചനഭാവത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായം 32-ാം ഭാഗത്തില് മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടുമെന്നാൽ എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ അത് ക്ഷമിക്കപ്പെടുകയില്ലെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് അനുദപിക്കാനായിട്ട് സാധിക്കാത്തൊരു അവസ്ഥ, നിരാശ, മറ്റുള്ളവരത് നമുക്ക് ക്ഷമിക്കാനായി സാധിക്കുകയില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സ്വർഗം കിട്ടുകയില്ല എന്നുള്ള ചിന്ത ഒന്നും യൂദാസിനെ പോലെ കുറ്റബോധത്തിൽ വന്നുവിട്ട് നിരാശപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ പത്രോസിനെ പോലെ മനംനൊന്ത് അനുദപിച്ച് ആ പാപത്തെക്കുറിച്ച് അംഗീകരിച്ച് ഈശോയിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മോട് ഈ ദിവസം പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും അറിയാം. അമിതമായ പ്രതീക്ഷയാണ്. ഞാൻ എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും എനിക്ക് സ്വർഗം കിട്ടുമെന്നുള്ള ഒരു അമിതമായ പ്രതീക്ഷ, അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. അന്യരുടെ നന്മയിലുള്ള അസൂയ. മൂന്നാമത്തത് പാപം ചെയ്തിട്ടും അനുദപിക്കാതെ ആ അവസ്ഥയിൽ തന്നെ തുടരുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ഒരു പാപമാണ്. നാലാമത്തത് നമ്മുടെ അവസാന നിമിഷത്തിൽ പോലും പാപത്തെ
കുറിച്ച് അനുദപിക്കാൻ തയ്യാറാവാതെ പാപത്തിൽ തന്നെ മരിക്കുന്നത്. ദൈവകൽപ്പന നിരസിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള വേദനിപ്പിക്കുന്ന പാപങ്ങളാണ്. അങ്ങനെ കരനീരവാതിലായിട്ട് വിശുദ്ധ ഫൗസ്റ്റീന കുംസാരക്കൂട്ടിനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ കുംസാരക്കൂട്ടില് കുംസാരത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ദാവീദിനെ പോലെ ദൈവമേ ഞാൻ ജീവിതത്തിൽ പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ എന്നേറ്റ് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു റെസ്പോൺസ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സങ്കീർത്തനം 51 അധ്യായത്തിൽ ദാവീദ് പറയുന്നുണ്ട്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, എൻ്റെ പരിശുദ്ധാത്മാ അങ്ങയിൽ നിന്ന് എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് ദാവീദ് വിലപിച്ചതുപോലെ നമ്മുടെ പാപങ്ങൾ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് അനുദപിക്കാനായിട്ട് തെറ്റുകൾ കുറവുകളുള്ള വ്യക്തികളാണ് എന്ന് ഏറ്റുപറഞ്ഞ് അതെല്ലാം സംസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് അത് അനുദപിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ യേശുവിലേക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് ഈ ദിവസം പരിശ്രമിക്കാം. ഏശയ്യാ പ്രവാചക പുസ്തകം 53 അധ്യായത്തില് 9, 10 അവരുടെ കഷ്ടതയില് അവിടുന്ന് ദൂതനെ അയച്ചല്ല, അവിടുന്ന് തന്നെ രക്ഷയ്ക്കെത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിലും സ്നേഹത്തിലും വീണ്ടെടുത്തും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നമ്മൾ ഏശയ്യാ പ്രവാചക പുസ്തകത്തിൽ കാണാൻ സാധിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും യേശുവിൻ്റെ മുന്നിൽ എളിമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അഹങ്കരിക്കാതെ ഈശോ അരുൾ ചെയ്യുന്നു ഇത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 13 അധ്യായം 17 നിങ്ങൾ അനുസരിക്കാൻ സന്നദ്ധനാണെങ്കിൽ, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അഹങ്കാരത്തെ ചൊല്ലി എൻ്റെ പരിശുദ്ധ ആത്മാവ് രഹസ്യത്തിൽ കരയുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 42 അധ്യായം 28 അധ്വാനിക്കും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞങ്ങൾ ഓരോരുത്തരേക്കും ഈശോയെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നൽകണമേ. വിശ്വാസത്തിൻ്റെ വരം നൽകണമേ, അറിവിൻ്റെ വരം, പ്രവചനവരം, ഭാഷാവരം. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഓരോരുത്തരിലും അങ്ങയുടെ ആനന്ദം, സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. എല്ലാത്തിലും ഉപരിയായിട്ട് ഈശോയെ സ്നേഹിക്കാനുള്ള അവരുടെ കൃപകൾ ഞങ്ങൾക്ക് ഓരോരുത്തരും നൽകണമേ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത്. അങ്ങനെ പുതിയ സൃഷ്ടിയായിട്ട് യേശുവിനോട് ഒരു പ്രത്യേകമായ ഒരു സ്നേഹത്തില് ഐക്യത്തില് എത്തിച്ചേരാനായിട്ട് അങ്ങനെ ത്യാഗസന്നദ്ധയും വിശ്വസ്തതയും ആഴമായ സമർപ്പണവും ഉള്ളൊരു മനസ്സ്, മറ്റുള്ളവർക്ക് മുന്നിൽ തോറ്റു കൊടുക്കാനായിട്ട് അപമാനങ്ങൾ അങ്ങനെ വിശ്വാസത്തിലെ ഓരോ നിമിഷവും വളർന്നു വരാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമ്മളിൽ നിന്നും ഏറ്റുമാറ്റേണ്ട ചിന്താഗതികൾ എന്തൊക്കെയെല്ലാമെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. ശത്രുത, കലഹം, കോപം, മാത്സര്യം, ഭിന്നത, ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉള്ള വ്യക്തികളായിട്ട് നമ്മൾ തീരുകയുള്ളൂ. ഗലാത്യ 5:20 മദ്യപാനം, മധുരോത്സവം, ഈ പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും ആ ഒരു
പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ എന്നും കുർബാനയ്ക്ക് പോവുകയും പ്രാർത്ഥനയും ദൈവജനവും വായനയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരുടെ ജീവിതം കണ്ട് നമ്മൾ ഈശോയുടെ സാക്ഷ്യം വഹിക്കുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ജീവിതം നമ്മൾ നയിക്കാത്തത് കൊണ്ട് ഈശോയുടെ നാമം ഇവിടെ ദുഷിക്കപ്പെടുന്നതായിട്ടാണ് ബൈബിളിലെ വചനത്തിലൂടെ നമ്മളത് ആവശ്യപ്പെടുന്നത്, നമ്മോട് ഈശോ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് ഒരു നല്ലൊരു അമ്മയായിട്ട് മക്കൾക്ക് അവർ എന്തോരം വചനം പറയുന്ന ഒരു അമ്മയാണോ ഒന്നുമല്ല മക്കൾ നോക്കുന്നത്, നമ്മുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം ഈശോയ്ക്ക് ചേർന്ന രീതിയിലാണെങ്കിൽ മാത്രമാണ് അതുവഴി മറ്റുള്ളവർക്ക് ആ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയാണോ എന്നാണ് മറ്റുള്ളവർ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈശോയ്ക്ക് മുൻഗണന കൊടുക്കുന്ന ഈശോ എളിമയും അനുതാപവും പിന്നെ മറ്റുള്ളവർ സൗമ്യമായി സംസാരിക്കാൻ ഉള്ള സ്വഭാവവും അങ്ങനെയുള്ള നല്ലൊരു പെരുമാറ്റം വഴിയും മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി തീരാനായിട്ട് ഈ പെന്തക്കോസ്ത് തിരുനാൾ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യവും ഒക്കെ നൽകിക്കൊണ്ട് ഓരോരുത്തർക്കും ആത്മാവ് ഉൾപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരാത്മാവ് തന്നെ ചിലർക്ക് വിവേകത്തിന്റെ വരവും വചനത്തിന്റെ ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ആ ഒരാത്മാവ് തന്നെ ഒരാൾക്ക് വിശ്വാസത്തിന്റെ വരവും വേറൊരു തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരവും ഭാഷാപരവും ഒക്കെ നൽകുന്നു, പ്രവചിക്കാനുള്ള കഴിവും. അങ്ങനെ ഒരേ ആത്മാവ് തന്നെ വിവേചിച്ചറിയാനും ഭാഷാപരവും വ്യാഖ്യാനപരവും അങ്ങനെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള വരങ്ങളാണ് ആ ഒരു ആത്മാവ് തന്നെ നൽകുന്നതെന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ഈശോ അവിടെ വെളിപ്പെടുത്തുന്നു. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ എല്ലാവരുടെയും മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നം കാണും. അങ്ങനെ പരിശുദ്ധാത്മാവിന് ഈ കാലഘട്ടത്തിൽ ധാരാളമായി നമ്മൾ ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നൽകാനായിട്ട് പരിശുദ്ധാത്മാവ് തയ്യാറാണ്. നമ്മൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് യോഹന്നാൻ സുവിശേഷം 14-15 ഭാഗത്ത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ വചനം പാലിക്കും, അങ്ങനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ട് മറ്റൊരു സഹായിനെ ഞാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഈ സത്യാത്മാവ് വന്ന് സ്വീകരിക്കുകയുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും നയിക്കും. ലോകത്തിലെ ലോക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആത്മാവ് ഒരിക്കലും ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, എന്നേക്ക് നിങ്ങൾ കൂടി ആയിരിക്കാൻ ഒരു സഹായികനെ ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ലോകത്തിലെ ദൈവത്തിന്റെ സാക്ഷികളായി തീരാനായിട്ട് പാപത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് അവബോധം നൽകും. അങ്ങനെ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുതിയ വ്യക്തികളായിട്ട് തീരാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും യേശുവെ സ്വർഗത്തിൽ അങ്ങയല്ലാതെ വേറെ ആരെയും ഞാൻ നോക്കുന്നില്ല, ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. യേശു വാനമേഘങ്ങളിൽ വീണ്ടും വരുമ്പോൾ എബ്രായരുടെ ലേഖനം 9-28 വാക്യത്തിൽ യേശു തന്നെ ആകാംക്ഷകളും കാത്തിരിക്കുന്നവർക്ക് വേണ്ടി രക്ഷാദിനത്തിന് വേണ്ടിയും ഈശോ ഈ ഭൂമിയിൽ വീണ്ടും വരുന്നതായിരിക്കും. ആ ഒരു സമയം വരെ നമ്മൾ ഈശോയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളായിട്ട് ഈശോയിൽ സ്നേഹത്തിൽ ആയിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പാപം എല്ലാം ഈശോയുടെ അങ്ങേ മൂലമാറ്റി രക്തം കൊണ്ട് കഴുകി ഞങ്ങൾ ഓരോരുത്തരെയും പൂർണ്ണമായിട്ട്
ഈശോയിലായിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയില്ല. ഈശോ സാധാരണ ഒരു വ്യക്തിയെ പോലെ ജോർദാൻ നദിയിൽ സ്ഥാനം സ്വീകരിക്കാനായിട്ട് ചെല്ലുകയും മനുഷ്യന്റെ സ്വഭാവം സ്വീകരിച്ചിരിക്കുന്ന ഈശോ എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ആ ജോർദാനിലിരിക്കുമ്പോഴാണ് സ്വർഗം തുറന്നപ്പെട്ട് ഇവനെന്റെ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ഇത് ഈശോയിൽ വന്നു നിറയുന്നത് നമുക്ക് പ്രാവിന്റെ രൂപത്തിൽ വരുന്നത് നമുക്ക് വചനഭാഗത്ത് കാണാനായി സാധിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് വഴിയും ഞങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. നിങ്ങൾ ഓരോരുത്തരുടെ സ്നേഹവും നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. നിങ്ങൾ സഹോദര തുല്യം സ്നേഹിക്കുവിൻ. പരസ്പരം ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് നിൽക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവ് ജ്വലിക്കുന്നവരായും ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവിൻ. ആത്മാവ് നിറഞ്ഞ വ്യക്തി സ്നേഹത്തിൽ എപ്പോഴും ആയിരിക്കാനും വ്യാപരിക്കാനും സ്നേഹത്തിൽ അഭിഷേകം നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ വന്നറിയാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അളന്നല്ല ആത്മാവിന് കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവെ എന്നിൽ ഓരോരുത്തരിലും കടന്നു വരണമേ. പുതുജ്ഞാനത്തിന്റെ കൃപ നൽകിയും ഞങ്ങൾ ഓരോരുത്തരെയും ഉണർവിന്റെ കാറ്റായിട്ട് ആദിമസഭയിൽ വന്നിറഞ്ഞതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലെ ഉണർവിന്റെ ഒരു കാറ്റായി പരിശുദ്ധാത്മാവ് വന്നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആ കൃപകള് ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിൽ വന്നിറഞ്ഞ് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ 40-34 വാക്യത്തില് ഒരു മേഘം ആ ഒരു പഴയ നിയമത്തില് ആ ഒരു ഇസ്രായേൽ ജനത്തെ ആ ഒരു മേഘത്തില് ആ ഒരു പരിശുദ്ധാത്മാവ് വന്നിറഞ്ഞ് ഒരു മേഘം സമാഗമ കൂടാരത്തില് ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം ആ കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. അങ്ങനെ പഴയ നിയമത്തിലെ മേഘത്തില് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞതായിട്ട് നമുക്ക് ആ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ചില വ്യക്തികളെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. ചില പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ അവരിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. പഴയ ഇസ്രായേൽക്കാരെ എല്ലാം മേഘം അവരെ വഴി നടത്തുന്നതായിട്ട്, രാവും പകലും അവർക്ക് യാത്ര ചെയ്യാൻ വഴികാട്ടിയായിട്ട് മേഘസ്തംഭത്തില് പകല് അവർക്ക് രാത്രി പ്രകാശം നൽകാനായിട്ട് അഗ്നിസ്തംഭവും കർത്താവ് അവർക്ക് മുമ്പേ എപ്പോഴും പോയിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ഏശയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും, ഇതാന്ന് വഴി, ഇതിലെ പോവുക. റോമർ 8:14 ദൈവാത്മാവ് നന്നാക്കി വന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സംഗീത പുസ്തകം 9-ാം അധ്യായത്തില് മേഘം ചലിക്കുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തുടരും. മേഘം നിന്ന് കഴിയുമ്പോൾ അവരവിടെ പാളയം അടയ്ക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ് നമ്മൾ ആ വചനഭാഗത്ത് കാണാൻ സാധിക്കുക. സങ്കീർത്തന പുസ്തകം 105-105-ാം അധ്യായം 39-ാം വാക്യത്തിൽ അവർക്ക് സംരക്ഷണം നൽകാൻ ഒരു മേഘത്തെ അയച്ചു എന്ന് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സങ്കീർത്തനം 16-11 അങ്ങയുടെ സന്നിധിയിലെ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. ദൈവരാജ്യം എന്നാല് ഭക്ഷണമോ പാനീയമോ അല്ല, സമാധാനവും സ്നേഹവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവേയും ഞങ്ങൾ ഓരോരുത്തരെയും യോഹന്നാൻ സുവിശേഷം 13-16 വാക്യത്തില് സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ സത്യത്തിന് പൂർണ്ണതയിലേക്ക് നയിക്കും.
നമ്മൾ ഓരോ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളും ദൈവമഹത്വത്തിനായി കാഴ്ചവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനായിട്ടും ഈശോയെ മഹത്വപ്പെടുത്താനായിട്ട് നമ്മൾ ജീവിതത്തിൽ തെറ്റുകളൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് അത് ഏറ്റുപറഞ്ഞ് അനുദപിച്ചുകൊണ്ട് ഈശോയിലേക്ക് നയിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും നയിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവുമായുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ക്രിസ്തുവിലെ ജീവിതം ഒരു ജീവിതം അതിമനോഹരമായിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം സ്വന്തമാക്കിക്കൊണ്ട് ഈ ലോകത്തിലെ സന്തോഷം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൃപകൾ കൊണ്ട് നിറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ലൂക്കായ സുവിശേഷം 24-ാം അധ്യായം 18-ാം ഭാഗത്തിൽ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം ഹൃദയങ്ങൾ അവർക്ക് തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവാണ് വിശുദ്ധ ലിഖിതങ്ങൾ വചനങ്ങൾ ഗ്രഹിക്കാനും അത് ഉള്ള കൃപ തരുന്നത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 20-ാം ഭാഗത്തിൽ എൻ്റെ പിതാവായിരിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. റോമർ 8:14 ദൈവാത്മാവ് നയിക്കുമെന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് ശിഷ്യന്മാർക്ക് അവരെ പേടിയെല്ലാം മാറിയും അവര് ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായിട്ട് ജീവിക്കാനായിട്ട് സാധിച്ചത്. മാംദീസയിലൂടെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിലെ മുദ്രാക്കപ്പെട്ട വ്യക്തികളാണ്. നമ്മൾ ദൈവത്താലെ പ്രത്യേകം മാറ്റി നിർത്തപ്പെട്ടവരാണെന്നുള്ള ബോധ്യം അങ്ങനെ ഈശോയില് ഉള്ള സ്നേഹത്തില് ആ ഒരു റിലേഷൻഷിപ്പില് വളർന്നു വരാനായിട്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരിലും ആക്റ്റീവായി തീരാനായിട്ട് ഇപ്പം ഈശോയെ സ്നേഹിക്കാനായി തുടങ്ങുമ്പോൾ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരിലും ആക്റ്റീവായി തീരുന്നത്. നമ്മൾ ഏതെല്ലാം അവസ്ഥയിലാണ് നമ്മൾ ആയിരിക്കുന്നെങ്കിലും ഈശോയ്ക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ആക്റ്റീവായിക്കൊണ്ട് നമ്മളെ ദൈവത്തിന് നയിക്കാനും പ്രവർത്തിക്കാനുള്ള വ്യക്തികളായി തീരാൻ സാധിക്കുകയുള്ളൂ. നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നുള്ള ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, സന്തോഷം, ദയ, നന്മ, വിശ്വസ്തത, ഇതെല്ലാം നമ്മളെ ഫലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മളുണ്ടോ എന്നുള്ള തെളിവ് നമ്മൾ ലഭിക്കുകയുള്ളൂ. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഈശോ നമ്മളെ ഓരോരുത്തരെയും അടുക്കിലേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഈശോ ഓരോ വ്യക്തികളും അവരായിരിക്കുന്ന രീതിയിൽ കണ്ട് അവരെ പ്രാർത്ഥിക്കാനായിട്ട് അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് എങ്ങനെയെന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യം മഞ്ഞയുടെ ഉറപ്പുകളിലൂടെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് ഈ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോയെയും പരിശുദ്ധാത്മാവേയും ഞങ്ങൾ ഓരോരുത്തരെ നയിക്കണമേ. എഫെസോസ് 4-ാം അധ്യായത്തിലെ അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരാകാനും ചിലർക്ക് പ്രവാചകന്മാരാകാനും ചിലർക്ക് സുവിശേഷ പ്രഘോഷകരാകാനും മറ്റു ചിലർക്ക് പ്രബോധകരാകാനും അങ്ങനെ അവരെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കരം നമ്മൾ ഓരോരുത്തരും മേലെ വന്നറിയാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുന്നത്. യേശയ്യാപ്രവാചകൻ 41-ാം 10-ാം ഭയപ്പെടാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെയും ഞാൻ നിന്നെയും ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും നിന്നെയും വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ താഴ്മയിൽ നിൽക്കും തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ദൈവത്തിലേക്ക് നോക്കാനായിട്ട്,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും സഹായിക്കും. അപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീരുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങള്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഈ വചനം ഏറ്റവും ആവർത്തിച്ച് പറയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. യോനാസുസ്യമ്പായ 26 നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സ്മരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയും നമ്മെ സഹായിക്കുകയും നമ്മളെ ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട്, ഈശോയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന, പൂർണ്ണ ഹൃദയത്തോടെ ഈശോയിലേക്ക് പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട്, ദൈവത്തിന്റെ സ്വരം ശ്രവിക്കാനായിട്ട്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാനായിട്ട്, നമ്മുടെ ഓരോ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ചെയ്യാനായിട്ട് അവിടെ നിന്ന് നമുക്ക് വഴി തുറന്ന് ദൈവത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എളിമയുള്ള ഹൃദയത്തിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് വചനം സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈശോയെ കണ്ണും പൂട്ടി വിശ്വസിക്കാനായിട്ട് ഈശോയെ വചനം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഈശോയിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള വഴിയും വചനമാണ്. ഈശോയും രക്ഷകനാഥനുമായി സ്വീകരിച്ച് വചനം പാലിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് പ്രവർത്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, വൈനായിക്കണമേ, എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവെ എന്നെ പൂർണ്ണമായും ഈശോയുടെ അനുരൂപരായി തീർന്ന വ്യക്തികളാക്കി തീർക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തരും വന്നു നിറഞ്ഞ് ഞങ്ങളെ വചനം പാലിക്കാനായിട്ട്, വചനം പഠിക്കാനായിട്ട്, വചനം പ്രാവർത്തികമാക്കാനായിട്ട്, അങ്ങനെ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് തീരാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവ് ഈ ബൈബിളിലെ ഓരോ വചനങ്ങളും ദൈവനിവേശിതമാണ്. അതെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ എഴുതി തന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് ദൈവത്തിൻ്റെ വചനം പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ നമുക്ക് ലൂക്ക 24-41 വാക്യത്തിൽ ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ നിങ്ങളെ മേൽ അയക്കുന്നു, ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കുന്നവരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. എസെക്കിയേലിന് പുസ്തകം 30-37 വാക്യത്തില് എൻ്റെ ആത്മാവ് നിങ്ങളെ മേൽ അന്വേഷിക്കും, കൽപ്പനകൾ പാലിക്കാനും നിയമങ്ങൾ പാലിക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ദൈവജനം അനുസരിക്കാനും പ്രസാദാവസ്ഥയിൽ ആയിരിക്കാനുള്ള കൃപകളെല്ലാം വചനം അനുസരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് അഭിഷേകം നൽകുകയും അങ്ങനെ പരിശുദ്ധാത്മാ കൃപ നൽകുകയും ചെയ്യും. ജോയൽ പ്രവാചകം 2-28 വാക്യത്തിലെ കാണാൻ സാധിക്കും, മനുഷ്യന്റെ എല്ലാ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളെ പുത്രിമാരും പുത്രന്മാരും വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും, വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളും അങ്ങനെ ദൈവത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ദൈവമഹത്വം, ദൈവത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള എല്ലാ കൃപകളും ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വർഷിച്ചു കഴിയുമ്പോൾ ഈ അവസാന കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരിലെയും പ്രവർത്തിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രാവായിട്ട്, അഗ്നിയായിട്ട്, കാറ്റ്, വെള്ളം എന്നിയെല്ലാം പ്രതീകങ്ങളെല്ലാം നമ്മൾ ബൈബിളിൽ കാണാൻ സാധിക്കും. നമുക്ക് ഈ നിമിഷത്തിലെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരും വന്ന് നിറയണമേ, ഞങ്ങൾ വിശ്വാസം നിറയ്ക്കണമേ, സ്നേഹിക്കാനുള്ള കഴിവ് നൽകണമേ, പ്രാർത്ഥിക്കാനുള്ള കഴിവ് നൽകണമേ. അങ്ങനെ ഇത് കർത്താവിൻ്റെ അസ്ഥിൻ്റെ വചനെ പോലെ പൂർണ്ണമായി ഇത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ പാപത്തിൽ നിന്ന് പാപസാറ്റങ്ങളെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ
ഇത് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ. എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാനായിട്ട്, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയാനായിട്ട്, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ധാരാളമായി നിറഞ്ഞ് മറ്റുള്ളവർക്ക് ദൈവത്തിന് നമ്മളിലൂടെ കാണാനായി സാധിക്കാനായി ഇടവരക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പെന്തക്കോസ്താ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ